നിക്ക് പോലെ. എടാ, നീ എത്രയൊക്കെ പൊട്ടി പാളീസായിട്ട്, എത്രയൊക്കെ ബുദ്ധിമുട്ടിൽ, എന്തൊക്കെ പരീക്ഷണത്തിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള നിന്റെ ചിന്ത എപ്പോഴും നല്ലതായിരിക്കും. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നല്ലതായിരിക്കണം. കാരണം വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു നമുക്കൊരു പരീക്ഷണം, ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അല്ലെന്ന് മനസ്സിലാക്കണം. പരീക്ഷണം, അതായത് അള്ളാഹു നമുക്കറിയാത്ത പല കാര്യങ്ങളും അള്ളാഹുവിനറിയാം. അപ്പൊ അള്ളാഹുവിനറിയാം എന്താണ് നമുക്ക് ഈ സമയത്ത് ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയാം. ഈ സമയത്ത് ഇത് ചെയ്താൽ ഹൈറാണ്, ഈ സമയത്ത് ഇത് ചെയ്താൽ ഷെറാണ്. പക്ഷെ നമുക്ക് എന്ത് തോന്നും? ചിലപ്പം ഹൈർ നമുക്ക് ഷെറായിട്ട് തോന്നും, ഷെർ ചിലപ്പോൾ ഹൈറായിട്ട് തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിന്റെ പേരിലാ സംഭവം അള്ളാഹ് അങ്ങനെ ചെയ്യുന്നുള്ള കാര്യം. അതായത് ഉദാഹരണത്തിന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികളും ഫിറോയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അവർ അവസാനം ഫ്രണ്ടില് കടല്, ബാക്കിൽ ഫിറോ. അനുയായികൾ പറഞ്ഞു, മൂസ നീ ഞങ്ങളെ കൊണ്ട് കുടുക്കിയല്ലോ, മൂസ ഞങ്ങൾ പിടിക്കപ്പെട്ടല്ലോ, ഇന്നാല മുദ്റക്കൂൻ, ഞങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു മൂസ എന്ന് പറഞ്ഞു. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നൊരു വാക്കുണ്ട്, അതാണ് നമ്മൾ പോയിന്റ് ആക്കി എടുക്കേണ്ടത്. എന്താ? ഖാല കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. ഇല്ല, ഒരിക്കലും ഇല്ല, പിടിക്കപ്പെട്ടിട്ടില്ല. എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, എന്റെ റബ്ബ് എനിക്ക് ഉറപ്പായിട്ടും വഴി കാട്ടിയിരിക്കും എന്നുള്ള ഉറപ്പായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാട്ടി കൊടുത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നല്ലതായിരിക്കണം. മനസ്സിലായോ? അതായത് കുറെ ആളുകൾ ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്നവർക്കെല്ലാം ഇത് അയച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. ഇത് ഹൈറാണ് ഈ സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കിയവർക്ക് അയച്ചു കൊടുക്കുക.